സീസൺ 7-ന്റെ ഓഗസ്റ്റ് 5-ലെ മൂന്നാം ദിവസത്തെ ഒരു കിടിലൻ റിവ്യൂവുമായി ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മൂന്നാം ദിവസത്തെ ബിഗ് ബോസ് വീട് ഒരു യുദ്ധക്കളം പോലെയായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ ബിഗ് ബോസ് 7-ന്റെ പണി തുടങ്ങി. വീടിനുള്ളിൽ നടന്ന പ്രധാന സംഭവങ്ങൾ ഇതാ. ആദ്യത്തെ ഓപ്പൺ നോമിനേഷൻ. ബിഗ് ബോസ് ഹൗസിൽ തീ പടർത്തിക്കൊണ്ട് ആദ്യത്തെ ഓപ്പൺ നോമിനേഷൻ ടാസ്ക് ബിഗ് ബോസ് പ്രഖ്യാപിച്ചു. ഇതിൽ ഒരു മത്സരാർത്ഥിക്ക് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചപ്പോൾ എല്ലാവരും ഞെട്ടി. നോമിനേഷൻ ലിസ്റ്റിൽ ഇടം നേടിയവർ. ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിൽ 8 പേരാണ് ഇടം നേടിയത്. ശൈത്യ സന്തോഷിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത്. മറ്റ് മത്സരാർത്ഥികളായ നവിൻ, രേണു, ഗിസൽ, മുഷി രഞ്ജിത്ത്, ആര്യൻ, അനുമോൾ, സാരിക എന്നിവരും ഈ ആഴ്ച എവിക്ഷൻ ലിസ്റ്റിലുണ്ട്. വാക്പോരുകൾക്ക് തുടക്കം. നോമിനേഷൻ പ്രക്രിയക്കിടയിൽ വീടിനുള്ളിൽ വാക്പോരുകളും തുടങ്ങി. ആര്യൻ ഷാനവാസിനെ വില്ലൻ എന്ന് വിളിച്ച് കളിയാക്കിയപ്പോൾ ഗിസൽ സാരികയെ അമ്മായിയമ്മ എന്ന് വിളിച്ച് വിമർശിച്ചു. ഈ സീസൺ ഇനി എന്തൊക്കെ സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ മൂന്നാം ദിവസം ബിഗ് ബോസ് ഹൗസ് ഒരു വെടിക്കെട്ട് പോലെയായിരുന്നു. വീടിനുള്ളിലെ ആദ്യത്തെ നോമിനേഷൻ പ്രക്രിയയാണ് അന്ന് നടന്നത്. ആരൊക്കെയാണ് ആരെ നോമിനേറ്റ് ചെയ്തതെന്നും അതിനു പിന്നിലെ കാരണങ്ങളും ഇതാ. അനുമോൾ. ഗിസലിനെയാണ് അനുമോൾ ആദ്യം നോമിനേറ്റ് ചെയ്തത്. ഗിസൽ വീട്ടിൽ അത്ര ആക്റ്റീവായി ഇടപെടുന്നില്ല എന്നായിരുന്നു കാരണം. രണ്ടാമതായി മുഷി രഞ്ജിത്തിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ അനാവശ്യ വഴക്കുകൾ ഉണ്ടാക്കുന്നു എന്ന് അനുമോൾ പറഞ്ഞു. ഷാനവാസ്. ഗിസലിനെയാണ് ഷാനവാസ് നോമിനേറ്റ് ചെയ്തത്. അവളുടെ വസ്ത്രധാരണം കേരളത്തിലെ യാഥാസ്ഥിതികരായ ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഷാനവാസിന്റെ കമന്റ്. ആര്യൻ. ശൈത്യ സന്തോഷിനെയും നവിനെയുമാണ് ആര്യൻ നോമിനേറ്റ് ചെയ്തത്. നവിൻ. അനുമോളിനെയാണ് നവിൻ നോമിനേറ്റ് ചെയ്തത്. പെർഫെക്റ്റ് ഗേൾ ആകാൻ വേണ്ടി അനുമോൾ അമിതമായി ശ്രമിക്കുന്നുണ്ടെന്ന് നവിൻ ആരോപിച്ചു. സാരിക. ആര്യനെയാണ് സാരിക നോമിനേറ്റ് ചെയ്തത്. പ്രതികരണങ്ങൾ നേടാൻ വേണ്ടി ആര്യൻ അനാവശ്യ കമന്റുകൾ നടത്തുന്നുണ്ടെന്ന് സാരിക പറഞ്ഞു. നോമിനേഷൻ പ്രക്രിയയുടെ അവസാനം പുറത്തായി പോകാൻ സാധ്യതയുള്ള 8 മത്സരാർത്ഥികളുടെ ലിസ്റ്റ് ബിഗ് ബോസ് പ്രഖ്യാപിച്ചു. അനുമോൾ 2 വോട്ട്, സാരിക 2 വോട്ട്, ആര്യൻ 3 വോട്ട്, രേണു 4 വോട്ട്, നവിൻ 4 വോട്ട്, ഗിസൽ 4 വോട്ട്, മുഷി രഞ്ജിത്ത് 5 വോട്ട്, ശൈത്യ സന്തോഷ് 8 വോട്ട്. ഇനി ഇവർ തമ്മിലുള്ള പോരാട്ടം എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അനീഷ് കുറച്ച് ആളുകളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല എന്നതായിരുന്നു പ്രശ്നം. വീടിനുള്ളിലെ മിക്കവാറും എല്ലാവരും അണിനിരന്നു നിന്നപ്പോൾ അനീഷ് കുറച്ചു പേരെ മാത്രം ശ്രദ്ധിച്ച് സംസാരിച്ചു. സംവാദത്തിലേക്ക് നയിച്ചത്. ഇത് ചില മത്സരാർത്ഥികളിൽ അതൃപ്തിയുണ്ടാക്കി. അവർ അനീഷിന്റെ ഈ സമീപനത്തെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇത് വെറുമൊരു ഗുഡ് മോർണിംഗ് വിഷയമായിരുന്നില്ല, മറിച്ച് എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നലായിരുന്നു അവിടെയുണ്ടായത്. പ്രതികരണങ്ങൾ. അനീഷ് തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ മറ്റു ചിലർ അനീഷിന്റെ പ്രവൃത്തി ശരിയായിരുന്നില്ലെന്ന് വാദിച്ചു. ഇത് ബിഗ് ബോസ് വീടിനുള്ളിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ മത്സരാർത്ഥികൾക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഈ പ്രശ്നം ചെറിയൊരു കാര്യമാണെന്ന് തോന്നാമെങ്കിലും വലിയ വാക്പോരുകളിലേക്ക് ഇത് നയിക്കാൻ സാധ്യതയുണ്ട്. ഓരോരുത്തരുടെയും പെരുമാറ്റ രീതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എല്ലാവരും ചിന്തിച്ചത് ഒരുപക്ഷെ ഒരു സുപ്രഭാതം പറഞ്ഞില്ലെങ്കിൽ ഇത്ര വലിയ പ്രശ്നമാണോ എന്നായിരിക്കും. എങ്കിൽ കേട്ടോളൂ. ബിഗ് ബോസ് വീട്ടിലെ ഈ ദിവസത്തെ ഏറ്റവും വലിയ ബോംബ് പൊട്ടിച്ചത് ഈ സുപ്രഭാതം വിവാദമാണ്. ഇതൊരു ചെറിയ കാര്യമായി തോന്നാമെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇത് വലിയൊരു സംവാദത്തിന് തിരികൊളുത്തി. ഗുഡ് മോർണിംഗ് പറയുന്നതും സുപ്രഭാതം പറയുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നല്ല, മറിച്ച് എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നില്ല എന്നതായിരുന്നു ഇവിടെ പ്രശ്നം. മത്സരാർത്ഥികളുടെ പ്രതികരണങ്ങൾ. മത്സരാർത്ഥികളിൽ ചിലർ അനീഷിന്റെ ഈ സമീപനത്തെ ശക്തമായി ചോദ്യം ചെയ്തു. എന്നാൽ അനീഷ് തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു. അറിയാതെ സംഭവിച്ചതാണ് എന്നായിരുന്നു അനീഷിന്റെ വാദം. ഈ ചെറിയൊരു വിഷയം ആദ്യ ദിവസങ്ങളിൽ തന്നെ മത്സരാർത്ഥികൾക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഓരോരുത്തരുടെയും പെരുമാറ്റ രീതികൾ എത്ര സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഇത് ഗ്രൂപ്പിസം പോലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതുറക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഇനി കാത്തിരുന്ന് കാണാം. ബിഗ് ബോസ് ഹൗസ് ഒരു വൈകാരിക നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച ഒരു രംഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വീടിന്റെ ശാന്തമായ അന്തരീക്ഷം പെട്ടെന്നൊരു കണ്ണീർ നിമിഷത്തിന് വഴിമാറി. അതിലെ പ്രധാന കഥാപാത്രം നമ്മുടെ സ്വന്തം അനുമോളായിരുന്നു. അനുമോളുടെ കരച്ചിൽ യഥാർത്ഥ വികാരങ്ങളോ തന്ത്രങ്ങളോ? അതെ, ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ വൈകാരിക നിമിഷങ്ങളിലൊന്ന് അനുമോൾക്ക് സ്വന്തം. എന്തിനാണ് അനുമോൾ കരഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടാകും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നോമിനേഷൻ പ്രക്രിയയായിരുന്നു. സംഭവം എന്തായിരുന്നു? നവിന്റെ പരാമർശം. നോമിനേഷൻ ടാസ്കിനിടയിൽ നവിൻ അനുമോളിനെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞത് അവളൊരു പെർഫെക്റ്റ് ഗേൾ ആകാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു. ഇത് അനുമോളെ മാനസികമായി വളരെ വേദനിപ്പിച്ചു. വൈകാരികമായ തകർച്ച. ഈ പരാമർശം കേട്ടപ്പോൾ അനുമോൾ ഒറ്റപ്പെട്ടിരിക്കുകയും പിന്നീട് വികാരാധീനയായി കരയുകയും ചെയ്തു. ഒരുപക്ഷെ സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് മറ്റൊരാൾ നടത്തിയ ഒരു തുറന്നു പറച്ചിൽ അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ലായിരിക്കാം. കൺസോളേഷൻ. അനുമോളുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ മറ്റു ചില മത്സരാർത്ഥികൾ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഈ സന്ദർഭം
ബിഗ് ബോസ് വീടിനുള്ളിലെ ബന്ധങ്ങൾ എത്ര വേഗത്തിൽ രൂപപ്പെടുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയായിരുന്നു. ഈ സംഭവത്തിന്റെ പ്രാധാന്യമെന്താണ്? ഈ കരച്ചിൽ ഒരു ചെറിയ കാര്യമായി തോന്നാമെങ്കിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. യഥാർത്ഥ വ്യക്തിത്വം പുറത്തുവരുന്നു. ഇത് അനുമോളുടെ യഥാർത്ഥ വ്യക്തിത്വമാണോ അതോ ക്യാമറയ്ക്ക് മുന്നിൽ കരയുന്ന ഒരു തന്ത്രമാണോ എന്ന് പ്രേക്ഷകർക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മത്സരാർത്ഥികളുടെ മനോനില. ഇത്തരത്തിലുള്ള ചെറിയ അഭിപ്രായ പ്രകടനങ്ങൾ പോലും മത്സരാർത്ഥികളുടെ മനോനിലയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഇത് കാണിച്ചു തരുന്നു. അപ്പോൾ അനുമോളുടെ ഈ വൈകാരിക നിമിഷം വീടിന്റെ അന്തരീക്ഷത്തെ കൂടുതൽ മാറ്റുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് ഒരു സംശയം കാണും, നമ്മുടെ അനുമോൾ ഡോക്ടർമാരെ അപമാനിച്ചോ? എങ്കിൽ ആ സംഭവത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇതാ. അനുമോൾ വേഴ്സസ് ഷാനവാസ്, ഡോക്ടർമാരെക്കുറിച്ചുള്ള വിവാദ പരാമർശം. വീടിനുള്ളിൽ കാര്യങ്ങൾ അത്ര ശാന്തമല്ലെന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവമാണ് ഇന്ന് നടന്നത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ നമ്മുടെ അനുമോളും ഷാനവാസുമാണ്. എന്താണ് സംഭവിച്ചത്? കഴിവുവേദനയിൽ നിന്ന് വിവാദത്തിലേക്ക്. ഹൗസ്മേറ്റായ അപ്പാനി ശരത്തിന് കഴുത്തുവേദന വന്നപ്പോഴാണ് സംഭവങ്ങളുടെ തുടക്കം. അനുമോൾ അദ്ദേഹത്തിന് കഴുത്തിൽ ചൂടുവെക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഷാനവാസ് ഇതിനെ എതിർക്കുകയും ആശുപത്രിയിൽ പോകുന്നതാണ് നല്ലതെന്നും വാദിച്ചു. വിവാദമായ പരാമർശം. ഈ ചർച്ചയ്ക്കിടയിൽ അനുമോൾ ഡോക്ടർമാരെക്കുറിച്ച് ഒരു പരാമർശം നടത്തി. ഡോക്ടർമാർ മരുന്ന് തരുന്നത് പണത്തിനു വേണ്ടിയാണ് എന്നായിരുന്നു അനുമോൾ പറഞ്ഞതായി ഷാനവാസ് മറ്റു മത്സരാർത്ഥികളോട് പറഞ്ഞത്. വിവാദം കത്തിപ്പടരുന്നു. ഷാനവാസ് ഇത് മറ്റ് ഹൗസ്മേറ്റ്സിനോട് പറഞ്ഞതോടെ പ്രശ്നം വലുതായി. അനുമോൾക്കെതിരെ പലരും തിരിഞ്ഞു. ഇത് അനുമോളെ മാനസികമായി തളർത്തുകയും പൊട്ടിക്കരയാൻ കാരണമാവുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ പ്രാധാന്യമെന്താണ്? ഈ പരാമർശം അനുമോൾക്ക് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. പ്രേക്ഷക പ്രതികരണം. സമൂഹത്തിൽ ഏറെ ബഹുമാനിക്കപ്പെടുന്ന ഡോക്ടർമാരെക്കുറിച്ച് നടത്തിയ ഈ പരാമർശം പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് പ്രതികരണങ്ങൾക്ക് കാരണമാകും. ഷാനവാസിന്റെ നീക്കം. ഈ പ്രശ്നമുണ്ടാക്കിയ ശേഷം ഷാനവാസ് അനുമോളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നീ കരയുമോ എന്നറിയാൻ വേണ്ടിയാണ് താൻ അങ്ങനെ പറഞ്ഞത് എന്ന് ഷാനവാസ് പറഞ്ഞത് മറ്റ് ഹൗസ്മേറ്റ്സിനിടയിൽ സംശയങ്ങളുണ്ടാക്കി. ഈ സംഭവം അനുമോളുടെ ഗെയിമിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്ന ഒരു വലിയ വാക്പോരിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ഗിസൽ നടത്തിയ ഗുണ്ടി പരാമർശം വീട്ടിൽ വലിയ കോലാഹലമുണ്ടാക്കി. ഗിസലിന്റെ ഗുണ്ടി പരാമർശം വീടിനുള്ളിൽ തീ പടർത്തിയ വാക്ക്. ബിഗ് ബോസ് ഹൗസ് ആദ്യ ദിവസങ്ങളിൽ തന്നെ തീപാറുന്ന ചർച്ചകൾക്ക് വേദിയാകുകയാണ്. അങ്ങനെയൊന്ന് നടന്നത് നമ്മുടെ ഗിസലും സാരികയും തമ്മിലാണ്. എന്താണ് സംഭവം? ചർച്ചയിൽ നിന്ന് വാക്പോരിലേക്ക്. ഒരു ചർച്ചയ്ക്കിടെ ഗിസൽ സാരികയെ അമ്മായിയമ്മ എന്ന് വിളിച്ച് കളിയാക്കി. എന്നാൽ പിന്നീട് കാര്യങ്ങൾ ചൂടുപിടിച്ചപ്പോൾ ഗിസൽ സാരികയെ ഗുണ്ടി എന്ന് വിശേഷിപ്പിച്ചു. ഗുണ്ടി എന്ന വാക്ക് ഒരു സ്ത്രീയെ താഴ്ത്തിക്കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമായതുകൊണ്ട് തന്നെ ഇത് വലിയ വിവാദമായി. മത്സരാർത്ഥികളുടെ പ്രതികരണം. ഗിസലിന്റെ ഈ പരാമർശം വീട്ടിലെ മറ്റു മത്സരാർത്ഥികളെ ചൊടിപ്പിച്ചു. പലരും ഈ വാക്ക് പ്രയോഗിച്ചതിനെ ശക്തമായി എതിർക്കുകയും ഗിസലിന്റെ ഭാഗം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ പ്രാധാന്യമെന്താണ്? ഗിസലിന്റെ ഗെയിമിലെ പ്രശ്നം. ഈ ഒരു വാക്ക് പ്രയോഗം ഗിസലിന്റെ ഗെയിമിനെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് ഇമേജ് ഉണ്ടാകാൻ ഇത് കാരണമാകും. വ്യക്തിപരമായ ആക്രമണം. ഒരു തർക്കത്തിനിടയിൽ പോലും വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തുന്നത് ശരിയാണോ എന്ന ചോദ്യം ഈ സംഭവം ഉയർത്തുന്നു. ഈ ഒരു പരാമർശം ഗിസലിന്റെ തുടർന്നുള്ള നിലനിൽപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ബിഗ് ബോസ് കൊടുത്ത 7ന്റെ പണി അക്ഷരാർത്ഥത്തിൽ ഒരു ഞെട്ടിക്കലാണ്. ബിഗ് ബോസ് കളി കാര്യമായി തന്നെ എടുക്കാൻ തുടങ്ങി എന്ന് തോന്നുന്നു. ബിഗ് ബോസിന്റെ 7ന്റെ പണി ആൺസിംഹങ്ങൾ സാരിയിൽ. നമ്മുടെ വീട്ടിലെ ആൺസിംഹങ്ങൾക്ക് ഈ സീസണിൽ ബിഗ് ബോസ് കൊടുത്ത ആദ്യത്തെ പണി 7ന്റെ പണി എന്ന പേരിലായിരുന്നു. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? കാരണം വീട്ടിലെ പുരുഷ മത്സരാർത്ഥികൾ പല നിയമങ്ങളും ലംഘിക്കുകയും അലസരായി പെരുമാറുകയും ചെയ്തു. പകൽ സമയത്ത് ഉറങ്ങുക, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യാതിരിക്കുക എന്നിവയായിരുന്നു പ്രധാന പ്രശ്നങ്ങൾ. പണി. ബിഗ് ബോസ് ഇതിന് കൊടുത്ത ശിക്ഷയായിരുന്നു ഏറ്റവും രസകരമായത്. വീട്ടിലെ 7 പുരുഷ മത്സരാർത്ഥികളും അനീഷ്, നവിൻ, മുഷി രഞ്ജിത്ത്, ആര്യൻ, ഷാനവാസ്, അപ്പാനി ശരത്, മനോജ് സാരി ഉടുത്ത് ദിവസത്തിൽ ഒരു പ്രത്യേക സമയം കഴിയണം എന്നായിരുന്നു ബിഗ് ബോസിന്റെ നിർദ്ദേശം. മത്സരാർത്ഥികളുടെ പ്രതികരണം. ആദ്യം ഞെട്ടിയെങ്കിലും എല്ലാവരും ഇത് വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്തു. സാരി ഉടുത്തുള്ള അവരുടെ പ്രകടനം വീട്ടിൽ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തി. ഇത് വീടിന്റെ അന്തരീക്ഷം വളരെ രസകരമാക്കി മാറ്റി. ഈ പണിയുടെ പ്രാധാന്യം എന്താണ്? ബിഗ് ബോസ് വെറുതെ വിട്ടുകൊടുക്കില്ല എന്ന് ഈ സംഭവം തെളിയിച്ചു. നിയമം തെറ്റിച്ചാൽ ശിക്ഷയുണ്ടാകുമെന്ന് മാത്രമല്ല, അത് വളരെ രസകരമായ രീതിയിലായിരിക്കുമെന്നും ഇത് കാണിച്ചു തന്നു. ഈ സംഭവം വീടിന്റെ അന്തരീക്ഷം ഒന്ന് ലഘൂകരിക്കാനും സഹായിച്ചു. കൂടുതൽ കളികളും പണികളും ഇനി പ്രതീക്ഷിക്കരെ. ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിലെ 4 പേരെ പുറത്താക്കി രാത്രി മുഴുവൻ പുറത്തിറങ്ങാൻ പറഞ്ഞ സംഭവം പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചു. 4 പേർ പുറത്തേക്ക്. ബിഗ് ബോസിന്റെ പുറത്തിറങ്ങൽ പണി. ബിഗ് ബോസ് വെറുമൊരു കളി മാത്രമല്ല,
കാര്യമായി എടുത്താൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂവെന്ന് ബിഗ് ബോസ് ഈ സംഭവത്തിലൂടെ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. എന്താണ് സംഭവിച്ചത്? ഓഫ്ലൈൻ ചലഞ്ചിലെ പരാജയം. ഓഫ്ലൈൻ ചലഞ്ച് എന്ന ടാസ്കിൽ വീഴ്ച വരുത്തിയ 4 മത്സരാർത്ഥികൾക്കാണ് ബിഗ് ബോസ് ഈ കടുത്ത ശിക്ഷ നൽകിയത്. ടാസ്കിനോട് അവർ വേണ്ടത്ര ആത്മാർത്ഥത കാണിച്ചില്ലെന്നും നിയമങ്ങൾ ലംഘിച്ചെന്നും ബിഗ് ബോസ് ചൂണ്ടിക്കാട്ടി. ശിക്ഷ ആർക്ക്? ഈ വലിയ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത് നവിൻ, അപ്പാനി, ശരത്, മനോജ്, ഷാനവാസ് എന്നിവർക്കായിരുന്നു. അവരോട് പെട്ടെന്ന് തന്നെ അവരുടെ സാധനങ്ങൾ എടുത്ത് വീടിന് പുറത്തുള്ള ഗാർഡൻ ഏരിയയിലേക്ക് പോകാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടു. കടുത്ത ശിക്ഷ. പുറത്ത് കിടക്കയും പുതപ്പും മാത്രമുള്ള ഒരു താൽക്കാലിക സൗകര്യം മാത്രമാണ് അവർക്ക് നൽകിയത്. ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ബാത്റൂം ഉപയോഗിക്കാനോ പോലും അവരെ വീടിനകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. ഈ സംഭവത്തിന്റെ പ്രാധാന്യമെന്താണ്? ഈ കടുത്ത ശിക്ഷ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. ടാസ്കുകൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ കടുത്ത ശിക്ഷകൾ നേരിടേണ്ടി വരും എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. പുറത്തായ മത്സരാർത്ഥികൾ ഈ വിഷയം വളരെ വൈകാരികമായി എടുക്കുകയും വീടിനുള്ളിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്തു. ഈ സംഭവം ആ 4 പേരുടെ ഗെയിമിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ബിഗ് ബോസ് കളി കാര്യമായി തന്നെ എടുക്കാൻ തുടങ്ങി. നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞപ്പോൾ വീടിന്റെ പുറത്ത് ഉറങ്ങാതിരിക്കാൻ പുതിയൊരു ടാസ്ക് വന്നത് എല്ലാവരെയും ഞെട്ടിച്ചു. നോമിനേഷൻ ടാസ്കിലെ ട്വിസ്റ്റ്, പുറത്തിറങ്ങൽ പണിയുടെ 2ാം ഭാഗം. ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രണ്ടാമത്തെ നോമിനേഷൻ പ്രക്രിയയായിരുന്നു. ഇത്തവണ വീടിന്റെ അകത്തുള്ള കാര്യങ്ങൾ വെച്ച് തന്നെയാണ് മത്സരാർത്ഥികൾ പരസ്പരം നോമിനേറ്റ് ചെയ്തത്. നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച 8 പേർ എവിക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു. ശൈത്യ സന്തോഷ് 6 വോട്ട്, മുഷി രഞ്ജിത്ത് 5 വോട്ട്, രേണു 4 വോട്ട്, നവിൻ 4 വോട്ട്, ഗിസൽ 4 വോട്ട്, ആര്യൻ 3 വോട്ട്, അനുമോൾ 2 വോട്ട്, സാരിക 2 വോട്ട്. പുറത്തുറങ്ങാതിരിക്കാനുള്ള ടാസ്ക്. എന്നാൽ ഇതവിടെ തീർന്നില്ല. നോമിനേഷൻ ലിസ്റ്റിലുള്ള ഈ 4 പേർക്ക് ഒരു കടുത്ത ശിക്ഷയും ബിഗ് ബോസ് നൽകി. നോമിനേഷനിൽ വന്ന 4 പേർ രാത്രിയിൽ വീടിന് പുറത്തുള്ള ഗാർഡൻ ഏരിയയിൽ ഉറങ്ങാതിരിക്കണം. ടാസ്ക് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയാൽ മറ്റ് കടുത്ത ശിക്ഷകൾ നേരിടേണ്ടി വരും. ഇത് വെറും ഒരു ടാസ്ക് അല്ല, മറിച്ച് മത്സരാർത്ഥികളുടെ മാനസിക ശക്തിയെയും ശാരീരിക ശേഷിയെയും പരീക്ഷിക്കുന്ന ഒന്നാണ്. ഈ ടാസ്ക് എങ്ങനെയാണ് അവരുടെ ഗെയിമിനെ ബാധിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പല ചിന്തകളുമുണ്ടായി. ഇന്നത്തെ പോസിറ്റീവ് സൈഡ്, ചിരിയുടെ മാലപ്പടക്കം. ബിഗ് ബോസ് വീട്ടിലെ ആൺസിംഹങ്ങൾക്ക് ലഭിച്ച 7ന്റെ പണി ചിരിയുടെ വലിയൊരു വിരുന്നായിരുന്നു. ആൺകുട്ടികൾ സാരി ഉടുത്തപ്പോൾ വീടിനുള്ളിൽ ചിരിയും കളിയുമൊക്കെയായി അന്തരീക്ഷം വളരെ രസകരമായി മാറി. ടാസ്കുകൾക്ക് ബിഗ് ബോസ് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാക്കാനും ഇത് സഹായിച്ചു. ബിഗ് ബോസ് ഗൗരവത്തിലായി. ടാസ്ക് കൃത്യമായി ചെയ്യാത്തതിന് 4 പേരെ പുറത്താക്കി ഗാർഡൻ ഏരിയയിൽ കിടത്തിയ നടപടി ബിഗ് ബോസ് വെറും കളിക്കാരനല്ലെന്ന് തെളിയിച്ചു. ഇത് മത്സരാർത്ഥികൾക്കിടയിൽ ഒരു ഭയമുണ്ടാക്കാനും ഗെയിമിനെ ഗൗരവത്തോടെ കാണാനും സഹായിച്ചു. ടീം ഗെയിം. കഠിനമായ ടാസ്കുകൾ വന്നതോടെ മത്സരാർത്ഥികൾക്കിടയിൽ ടീം വർക്ക് മെച്ചപ്പെടാൻ തുടങ്ങി. ഇത് വീട്ടിൽ ഒരു നല്ല അന്തരീക്ഷമുണ്ടാക്കി. ഇന്നത്തെ നെഗറ്റീവ് സൈഡ്, വ്യക്തിപരമായ ആക്രമണങ്ങൾ. നോമിനേഷൻ പ്രക്രിയക്കിടയിൽ മത്സരാർത്ഥികൾക്കിടയിൽ ചില വ്യക്തിപരമായ പരാമർശങ്ങൾ ഉയർന്നു. ഗിസൽ സാരികയെ ഗുണ്ടി എന്ന് വിളിച്ചതും നവിൻ അനുമോളെ പെർഫെക്റ്റ് ഗേൾ എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തതുമൊക്കെ വ്യക്തിപരമായ ആക്രമണമായിട്ടാണ് തോന്നിയത്. ഡോക്ടർ വിവാദം. അനുമോൾ ഡോക്ടർമാരെ കുറിച്ച് നടത്തിയ വിവാദപരമായ പരാമർശം വലിയൊരു പ്രശ്നത്തിന് കാരണമായി. ഇത് സാമൂഹികമായി തെറ്റായൊരു സന്ദേശം നൽകിയെന്നും വിമർശനങ്ങളുണ്ടായി. വഴക്കുകളുടെ തുടക്കം. സുപ്രഭാതം പറയാത്തതിന്റെ പേരിൽ അനീഷിന് നേരെയുണ്ടായ പ്രശ്നം ചെറിയൊരു കാര്യമായി തോന്നാമെങ്കിലും ഇത് വീട്ടിൽ ഗ്രൂപ്പിസവും വഴക്കുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ചു തരുന്നു. ഒരു വശത്ത് ചിരിയും കളിയുമായി മുന്നോട്ടു പോകുമ്പോൾ മറുവശത്ത് തീപാറുന്ന വഴക്കുകളും വീടിനെ കലുഷിതമാക്കി. ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ഹലോ ബിഗ് ബോസ് ആരാധകരെ, ഇന്നത്തെ എപ്പിസോഡ് തീപാറുന്ന ചർച്ചകൾക്കും കണ്ണീരിനും ചിരിക്കുമൊക്കെ സാക്ഷ്യം വഹിച്ചു. ഇന്ന് ആരായിരുന്നു മിന്നിച്ചത്, ആരായിരുന്നു നിരാശപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം ഇതാ. ഇന്നത്തെ മിന്നിച്ചത് മികച്ച പ്രകടനം ബിഗ് ബോസ് തന്നെ. ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും വലിയ താരം ബിഗ് ബോസ് തന്നെയായിരുന്നു. ടാസ്കുകൾ ചെയ്യാത്തതിന് പുരുഷ മത്സരാർത്ഥികൾക്ക് സാരി ധരിക്കാൻ നൽകിയ 7ന്റെ പണി ചിരിയുടെ വലിയൊരു വിരുന്നായി. അതുപോലെ ടാസ്കിൽ പരാജയപ്പെട്ട 4 പേരെ പുറത്തു കിടത്തിയ ശിക്ഷ മത്സരാർത്ഥികൾക്കിടയിൽ ഒരു ഭയമുണ്ടാക്കാനും ഗെയിമിനെ ഗൗരവമായി കാണാനും സഹായിച്ചു. പുരുഷ മത്സരാർത്ഥികൾ 7ന്റെ പണി ലഭിച്ചപ്പോൾ ആൺകുട്ടികൾ അത് വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്തു. സാരി ഉടുത്തുള്ള അവരുടെ പ്രകടനം വീടിന്റെ അന്തരീക്ഷം ഒന്ന് ലഘൂകരിക്കാനും സഹായിച്ചു. നിരാശപ്പെടുത്തിയത് മോശം പ്രകടനം. അനുമോൾ. ഡോക്ടർമാർ മരുന്ന് തരുന്നത് പണത്തിനു വേണ്ടിയാണ് എന്ന അനുമോളുടെ പരാമർശം വലിയ വിവാദത്തിന് തിരികൊളുത്തി.
ഇത് പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് പ്രതികരണങ്ങൾക്ക് കാരണമായി. ഗിസൽ സാരികയെ ഗുണ്ടി എന്ന് വിളിച്ച് ഗിസൽ നടത്തിയ പരാമർശം വളരെ വ്യക്തിപരമായിരുന്നു. ഇത് വീട്ടിൽ വലിയ വഴക്കുകൾക്ക് കാരണമായി. ഇത്തരം പ്രയോഗങ്ങൾ ഗിസലിന്റെ ഇമേജിന് വലിയ കോട്ടം വരുത്തും. 4 പേർ ടാസ്ക് കൃത്യമായി ചെയ്യാത്തതിന് പുറത്തു കിടക്കേണ്ടി വന്ന നവീൻ, അപ്പാനി ശരത്, മനോജ്, ഷാനവാസ് എന്നിവർ ഈ ആഴ്ചയിലെ നിരാശപ്പെടുത്തിയ പ്രകടനക്കാരാണ്. ബിഗ് ബോസ് ഹൗസിൽ ടാസ്കുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാതെ പെരുമാറിയത് അവരുടെ ഗെയിമിനെ ദോഷകരമായി ബാധിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ ആരായിരിക്കും തിളങ്ങുക, ആരായിരിക്കും പിന്നോട്ടു പോകുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഫലമായ ദിവസമായിരുന്നു. കളിയും ചിരിയും കണ്ണീരും വാദപ്രതിവാദങ്ങളും നിറഞ്ഞ ഒരു ദിവസത്തെക്കുറിച്ചുള്ള സമഗ്രമായ റിവ്യൂ ഇതാ. 3-ാം ദിവസം ഒരു തീപ്പൊരി തുടക്കം. ബിഗ് ബോസ് വീട് ശാന്തമായിരിക്കില്ലെന്ന് 3-ാം ദിവസം തെളിയിച്ചു. മത്സരാർത്ഥികൾ കരുതിയതുപോലെ വെറുമൊരു വീടല്ല ഇത്, മറിച്ച് കടുത്ത മത്സരങ്ങളുടെയും വികാരങ്ങളുടെയും വേദിയാണെന്ന് ഈ ദിവസം എല്ലാവർക്കും മനസ്സിലായി. ദിവസത്തെ പ്രധാന സംഭവങ്ങൾ. നോമിനേഷൻ പ്രക്രിയയും വിവാദങ്ങളും. ദിവസത്തിന്റെ പ്രധാന ഹൈലൈറ്റ് ഓപ്പൺ നോമിനേഷനായിരുന്നു. ഇത് വീടിനുള്ളിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമായി. നവീൻ പെർഫെക്റ്റ് ഗേൾ എന്ന് വിളിച്ചപ്പോൾ അനുമോൾ കരഞ്ഞത് വൈകാരികമായ ഒരു നിമിഷമായി. ഡോക്ടർമാരെക്കുറിച്ച് അനുമോൾ നടത്തിയ വിവാദപരമായ പരാമർശം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. ഗിസൽ സാരികയെ ഗുണ്ടി എന്ന് വിളിച്ചത് വ്യക്തിപരമായ ആക്രമണത്തിന്റെ തുടക്കമായി. അനീഷ് സുപ്രഭാതം പറയാത്തതിലുള്ള പ്രശ്നം ചെറിയ കാര്യങ്ങളിൽ പോലും എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ചു. ബിഗ് ബോസിന്റെ ഞെട്ടിക്കലുകൾ. ബിഗ് ബോസ് വെറും കാഴ്ചക്കാരനല്ലെന്ന് തെളിയിച്ചത് 2 സംഭവങ്ങളിലൂടെയാണ്. നിയമലംഘനം നടത്തിയ പുരുഷ മത്സരാർത്ഥികൾക്ക് സാരി ഉടുക്കാൻ നൽകിയ 7ന്റെ പണി ചിരിയുടെ ഒരു വലിയ വിരുന്നായിരുന്നു. ടാസ്കിൽ പരാജയപ്പെട്ടതിന് 4 പേരെ രാത്രി വീടിന് പുറത്ത് കിടത്തിയ ശിക്ഷ ബിഗ് ബോസ് ഗെയിമിനോട് എത്രത്തോളം ഗൗരവത്തോടെയാണ് സമീപിക്കുന്നതെന്ന് കാണിച്ചു തന്നു. ദിവസത്തിന്റെ ഫലം. 3-ാം ദിവസം പലരുടെയും യഥാർത്ഥ സ്വഭാവം പുറത്തുകൊണ്ടുവന്നു. അനുമോൾ, ഗിസൽ എന്നിവർ തങ്ങളുടെ വാക്കുകളിലൂടെ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയപ്പോൾ പുരുഷ മത്സരാർത്ഥികൾ ശിക്ഷയെ രസകരമായി എടുത്തുകൊണ്ട് പോസിറ്റീവ് മനോഭാവം കാണിച്ചു. ഈ ദിവസം തന്നെയാണ് ബിഗ് ബോസ് ഗെയിമിന്റെ യഥാർത്ഥ കളികൾ ആരംഭിച്ചതെന്ന് പറയാം. ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ വാശിയേറിയതും അപ്രതീക്ഷിതവുമായ സംഭവങ്ങളാൽ നിറയും എന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ് 3-ാം ദിവസം കടന്നുപോയത്.